ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആനതൊഴിൽ കാണാനായിട്ടാണ്. മെല്ലെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് വല്ലങ്ങി ദേശത്തിലെ ആനകളായിരുന്നു വലം വെക്കുന്നത്. ഇവിടെ പറയാറ് ആനകൾ 3 വട്ടം വലം വെച്ച് തൊഴുത് മടങ്ങണമെന്നാണ്. ഈ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര പേരാണത് കാണാനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു മൊമെൻ്റ് തന്നെയാണ് കേട്ടോ അത്, പ്രത്യേകിച്ച് ആനപ്രേമികൾക്ക്. കാരണം ആനകൾ ഈ നിരനിരയായി വരുന്നതും ആ ഓരോ ചുവടുവെപ്പും വളരെയധികം മനോഹരമാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ കണ്ട് തന്നെ അറിയണം. ആനകളുടെ കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ചെണ്ടകൊട്ടലും മേളവും. അതും പലതരത്തിലുള്ള മേളകൾ നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിയും. അങ്ങനെ ആനകളെല്ലാം വന്ന് ഓരോരുത്തരായിട്ട് തൊഴുത് മടങ്ങാൻ തുടങ്ങി. അടുത്തത് നെന്മാറ ദേശത്തിലെ ആനകൾ തൊഴാൻ വരുന്നതാണ്. അങ്ങനെ എല്ലാ ആനകളും തൊഴുതു മടങ്ങി ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പോവാണ്. സ്റ്റിൽ തിരക്കുണ്ട്, വണ്ടികളെല്ലാം ബ്ലോക്കാണ്. പിന്നെ നമ്മളുടെ വേറെ മെയിൻ അട്രാക്ഷൻ ഇതായി കാണുന്ന കടകളാണ്. നമുക്കറിയാലോ, അലുവ, പൊരി, അതുപോലെ കമ്മലുകൾ, മാലകൾ, അതുപോലെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ എല്ലാ ഏജ് കാറ്റഗറിക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേലപ്പറമ്പിൽ നിന്ന് കിട്ടും. അവസാന ദിവസമല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ പന്തൽ കാണാൻ പോയിരുന്നു. പക്ഷേ മഴ ചതിച്ചു കേസ്, നല്ല വൃത്തിക്ക് ചതിച്ചു. മഴ കാരണം പന്തലിലെ ലൈറ്റ് മൊത്തം ഓഫായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ മഴയത്ത് കുടുങ്ങി, ആളുകളെല്ലാം കുടുങ്ങി, ബ്ലോക്കായി. ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ തന്നെ സ്റ്റക്കായി. പിന്നെ മഴയൊക്കെ ഒഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.